ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെ പോലെ നമ്മളിന്ന് ബ്യൂട്ടി ടിപ്പൊന്നുമില്ല. അപ്പോഴേ ബ്യൂട്ടി ടിപ്പിനൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു സംഭവത്തെ ഞാൻ പരിചയപ്പെടാം. പക്ഷേ അതിനകത്ത് വ്യാജന്മാരും ഉണ്ട് കേട്ടോ. നമ്മൾ എടുക്കുന്ന ആ സംഭവത്തിനകത്ത് വ്യാജന്മാരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു വ്യാജനെ എനിക്ക് കിട്ടി. അത് നിങ്ങളെയും കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അക്കിടി പറ്റരുത്. എനിക്ക് സത്യം പറഞ്ഞാൽ അക്കിടി തന്നെ പറ്റിയതാണ് കേട്ടോ. ആ വീട്ടുകാർക്കും അക്കിടി തന്നെ പറ്റിയിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ഞാൻ എന്താ ഏതാ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം, കാണിച്ചും തരാം കേട്ടോ. അപ്പോൾ ഇനി ആരും വഞ്ചിക്കപ്പെടരുത്. ഈ സംഭവം ചിലരൊക്കെ നമുക്ക് തരും, ഇവനാണ് അവൻ എന്നും പറഞ്ഞു കേട്ടോ. അപ്പോഴേ വ്യാജന്മാരെ എല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അമ്പലത്തിൽ സപ്താഹമൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി ആഹാരമൊക്കെ കഴിച്ചിട്ട് വന്ന് അന്നദാനമാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വന്നതാണ്. അടിപൊളി ഊണൊക്കെ ആയിരുന്നു. സാമ്പാറിന് കറക്റ്റ് കായൊക്കെ ഇട്ട് നമ്മുടെ പാചകക്കാരാരാന്ന് ഞാൻ ഇപ്രാവശ്യം കയറി നോക്കിയില്ല കേട്ടോ. നമുക്ക് നാളെ പരിചയപ്പെടാം കേട്ടോ. ഞങ്ങളുടെ അയ്യന്മാരൊക്കെ തന്നെയാണ് അവിടെ കേട്ടോ കലവറയിലൊക്കെ നിൽക്കുന്നത്. അവിടെ അങ്ങോട്ട് പോയി നിന്ന് നമ്മൾ പോയി അവിടെ തൊഴുത് ഇനി പോകുന്നത് കേട്ടോ. നമ്മുടെ സരസുനെ ഒറ്റയ്ക്കാക്കിയിട്ടാണല്ലോ പോയത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേന് എന്താവും ഏതാവും എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് വെക്കം ഇനി പോകുന്നത്. നാളെ ഇച്ചിരി നേരമൊക്കെ ചെന്ന് നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യണം. എല്ലാവരും വരണം കേട്ടോ. നമ്മുടെ ഇവിടെ ഉള്ളവരൊക്കെ വരുമായിരിക്കും. ദൂരത്തുള്ളവരൊക്കെ നിങ്ങൾ വണ്ടി പിടിച്ച് ഇഞ്ഞ് പോരേ. സുപ്പും അവിടെ കാണും. അപ്പോഴേ നമുക്ക് ആ വ്യാജൻ ആരാണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇന്നലെ കിട്ടിയതാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇവനാണ് അവനെന്നും പറഞ്ഞ് ഞാൻ ഇരുന്നേത്. അപ്പോഴേ നമ്മൾ മഞ്ഞൾ എടുക്കുമല്ലോ, കസ്തൂരി മഞ്ഞളൊക്കെ എടുക്കുമല്ലോ നമ്മൾ ബ്യൂട്ടി ടിപ്പിന്. സാധാ മഞ്ഞൾ നമ്മൾ എടുക്കും. അപ്പോഴേ സുപ്പ് ഇന്നാൾക്ക് നമ്മുടെ ഇവിടെ ഫ്രണ്ടിലെ രണ്ട് സൈഡിലും നമ്മൾ മഞ്ഞൾ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോഴത് നമുക്ക് എടുക്കാൻ വേണ്ടി എൻ്റെ നേരത്തെ തീർന്നു. അത് നമുക്ക് ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ പുഴുങ്ങാത്ത പച്ചമഞ്ഞൾ അവിടുന്ന് നമ്മൾ പിഴുത് എടുത്തുകൊണ്ട് വന്ന് കഴുകി തോലൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി ഞാൻ നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോളെയും കൊണ്ടൊന്ന് അടിച്ച് കറക്കി ചെറുതായിട്ടാക്കി അപ്പോഴും തന്നെ വെയിലത്ത് ഉണക്കാൻ വെച്ചിരുന്നു. നന്നായിട്ട് ഉണങ്ങി കിട്ടി കേട്ടോ. നമ്മുടെ മഞ്ഞൾ പുഴുങ്ങാത്ത പച്ചമഞ്ഞളാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അവൻ നന്നായിട്ട് ഉണങ്ങിയൊക്കെ വന്നു. ഇനി നമ്മുടെ കൊച്ചുമുളക് കൊണ്ടുതന്നെ പൊടിച്ചെടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പം ഇങ്ങനെ നമ്മൾ പച്ചയ്ക്ക് തന്നെ ഒന്ന് ചെറുതാക്കി ഒന്ന് ചതച്ച് വാരിയൊക്കെ ഇട്ടാൽ നമുക്ക് ഇത് പൊടിക്കാൻ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി കട്ടിക്കൊക്കെ നമ്മൾ പച്ചയ്ക്ക് തന്നെ ചെറുതായിട്ട് കട്ടൊക്കെ ഇട്ടാണ്ടല്ലോ ഭയങ്കര കട്ടിയാവും. നമ്മുടെ ജാറ് പന്നലായിപ്പോവും. പല്ല് സുജാത ചേച്ചിയുടെ കൊച്ചുമോടെ പല്ലൊക്കെ പോവും. അതിനാണ് ഞാൻ ഈ ഒരു വേലയൊക്കെ ചെയ്യുന്നത് ഇവിടെ കേട്ടോ. ഇപ്പോഴത്തെ നന്നായിട്ട് അത് ഉണങ്ങിയിരിക്കും കേട്ടോ. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്പുകളൊക്കെ ചെയ്ത് കാണിക്കണമല്ലോ നിങ്ങളെ. അപ്പോഴേ ഇവൻ്റെ കൂടെ ഒരു വ്യാജനുണ്ട് കേട്ടോ. കസ്തൂരി മഞ്ഞൾ കേട്ടോ. കസ്തൂരി മഞ്ഞളാണ് ഞാൻ ഇതുവരെയും ധരിച്ച് വച്ചിരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന വ്യാജനയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് നമ്മുടെ അടുത്തുനിന്ന് ഒരമ്മാമ്മ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മമ്മ എനിക്ക് കസ്തൂരി മഞ്ഞളും തരണേ. എന്നിട്ട് നീ വാ, നിനക്ക് ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത് കസ്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞു. വേറെ രണ്ട് കൂട്ടരും ഞാനും വേറൊരു കൂട്ടരുമായിട്ട് ഞങ്ങൾ അടി വരെ വെച്ചു. അതാണ് ഇതാണ് അതെന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് അടിയൊന്നും കിട്ടിയില്ല. സത്യം ഇന്നലെ ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ യൂട്യൂബിനകത്ത് അടിച്ചു നോക്കി കസ്തൂരി മഞ്ഞളെന്ന് വെച്ചാൽ എങ്ങനെ ഏത് വിധേനയൊക്കെ ഇരിക്കുന്നത്. ഇതുവരെ നമ്മൾ അങ്ങനെ നോക്കിയിട്ടില്ല. യൂട്യൂബിനകത്ത് നമ്മളിപ്പോൾ നോക്കിയാൽ നമുക്ക് അറിയാമല്ലോ കറക്റ്റ് ആ ചെടിയുടെ ഇലയും എല്ലാം നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഇന്നലെ എന്താ ചെയ്തു, ഞാൻ അടിച്ചു നോക്കി കസ്തൂരി മഞ്ഞൾ. അപ്പോഴുണ്ടോ ദേവി എന്ന് ചെറപറാന്ന് കസ്തൂരി മഞ്ഞൾ എന്നും പറഞ്ഞേ. ഇതെനിക്ക് കിട്ടിയത് വ്യാജനാണ്. ഇതുവരെ എന്നെ ഇവനെ പറ്റിച്ചോണ്ടിരുന്നത് കേട്ടോ. എനിക്ക് ഇന്നലെ ഞാൻ പോയി അത് എടുത്തുകൊണ്ട് വന്നു. നമുക്കത് കഴുകി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഉണക്കാന്നൊക്കെ വിചാരിച്ച് ഉപ്പ് ഇരുന്നേത്.
ഞാൻ തിരിഞ്ഞു നോക്കിയില്ല ഈ സംഭവം അറിഞ്ഞപ്പം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ പച്ചമഞ്ഞൾ ഉണക്കിയതാണ്. ഇന്ന് നമുക്ക് പൊടിക്കാം. അപ്പോഴും വേണ്ടുന്നവരൊക്കെ അങ്ങോട്ട് കമൻ്റൊക്കെ ഇട്ടോണം. സുപ്പ് ഇച്ചിരി മഞ്ഞൾപ്പൊടി തരണേന്നും പറഞ്ഞ് ഇട്ടാൽ സുപ്പ് തരുന്നതാണ്. 1 സ്പൂണോ 2 സ്പൂണോ ഒക്കെ സുപ്പ് തരാം കേട്ടോ. നമ്മൾ എല്ലാം ഒന്നും വിഴുങ്ങത്തില്ലല്ലോ, വിഴുങ്ങുമല്ല നമ്മൾ തേക്കുന്നില്ലല്ലോ. എനിക്കുണ്ട് ഇനിയും കേട്ടോ. പക്ഷേ ഈ മഞ്ഞളൊക്കെ ഇങ്ങനെ പട്ടുപോയി. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എല്ലാം പട്ടുപോയി. നമ്മൾ വർഷാവർഷം ഇങ്ങനെ എടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഇനി അക്കരി പറ്റത്തില്ല. ഇനി ഞാൻ കുറേശ്ശെ മാന്തി എടുത്ത് ഞാൻ ഇതേപോലെ ഉണക്കി വയ്ക്കും. നമുക്ക് നടക്കുമല്ലോ, നമ്മുടെ പരിപാടികളൊക്കെ നടക്കുമല്ലോ. പുഴുങ്ങി ഉണങ്ങിയതല്ല, പച്ച ഉണങ്ങിയതായത് കേട്ടോ. കേട്ടോ. അപ്പോഴാ വ്യാജനെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഇന്ന് വന്നത്. അത്ര ഉള്ളത്തില്ലേടാ ഭീകര. എൻ്റെ മോന്തയെല്ലാം നീ ഇന്ന് പഞ്ചറാക്കിയേനെ. ഇവരെൻ്റെ മോന്തയെല്ലാം പഞ്ചറാക്കിയാണ്. അപ്പോഴേ ഒരു 3-4 സൈസ് ഇതേമാതിരിയുള്ള മഞ്ഞൾ വർഗത്തിലുള്ളത്, ഒരു 3-4 സൈസ് മാങ്ങ ഇഞ്ചിയുണ്ട്, നമ്മുടെ സാധാ മഞ്ഞളുണ്ട്, കസ്തൂരി മഞ്ഞളുണ്ട്, പിന്നെ കൂവ മഞ്ഞളുണ്ട് കേട്ടോ. അറിയാത്ത കൂട്ടുകാർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ കൂവമഞ്ഞൾ ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിലോ നാട്ടിലോ ഒക്കെ ഉണ്ടെങ്കിൽ പറയണം, സുപ്പിനോട് പറയണം, ഉണ്ടെന്ന് പറയണം. അപ്പോഴേ ഇത് സംഭവം ഞാൻ കസ്തൂരി മഞ്ഞളെന്ന് വിചാരിച്ചിരുന്ന സംഭവം കൂവമഞ്ഞളാണ് കേട്ടോ. കൂവ ഉണ്ടല്ലോ, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്കാൻ കൂവ, അതിൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഈ മഞ്ഞൾ വർഗ്ഗം. മാങ്ങ ഇഞ്ചി ഇതെല്ലാം സെയിം ഒരുപോലെ ഇരിക്കും നമുക്ക്. പക്ഷേ നമ്മുടെ കസ്തൂരി മഞ്ഞളിന് കളറ് കുറവാണ് കേട്ടോ. അത് എൻ്റെ ഈ ഇല്ല കേട്ടോ. നമുക്ക് എവിടുന്നേലും സംഘടിപ്പിച്ച് സുപ്പ് കാണിച്ചു തരുന്നത് തരാം കേട്ടോ. അപ്പോൾ ഇവനാണ് ആ വ്യാജൻ. ഞാൻ തിരിഞ്ഞു നോക്കത്തില്ലടാ നിന്നെ എന്ന്. പക്ഷേ ഇത് സംഭവം പച്ചയോഗ്യമാണെന്ന് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ സാധാ മഞ്ഞളിനെ പോലെ തന്നെ നമുക്കിത് ചിലയിടത്തൊക്കെ കഴിക്കുന്നുണ്ടെന്ന്. നമ്മുടെ ആഹാര സാധനങ്ങളിൽ ഇത് ഉൾപ്പെടുത്താവുന്ന കുഴപ്പമില്ല. പക്ഷേ ഇത് എനിക്ക് തോന്നും, ഞാനിങ്ങനെ യൂട്യൂബിനകത്ത് അടിച്ച് നോക്കിയപ്പം പറഞ്ഞ് ഇത് നമ്മൾ മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. എന്തുവാ, നീറ്റിലോ ഏതാണ്ടാണ് കേട്ടോ. ഒരു നീറ്റാണ്ട് ഇതാണ് ആ കൂവ വർഗത്തിൽപ്പെട്ട മഞ്ഞൾ കൂവ കേട്ടോ. അപ്പോൾ ഇതിനും അത്ര കളറ് വലുതായിട്ട് നമ്മുടെ ആ മഞ്ഞളിൻ്റെ അത്രയും കളറില്ല. എന്നാലും ദേ ഒടിച്ചപ്പോൾ ഇങ്ങനെ കേട്ടോ. നമ്മുടെ കസ്തൂരി മഞ്ഞളിന് തീരെയും കളറില്ല കേട്ടോ. ഇല്ല, ചന്ദനത്തിൻ്റെ ഒരു കളറൊക്കെയാണ് അതിന് വരുന്നത്. അറിയാവുന്നവരുണ്ടെങ്കിൽ പറയണേ. സുപ്പ് അത് നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇന്നലെ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. ഇത്രയും തന്നെ കളറില്ല നമ്മുടെ ആ കസ്തൂരി മഞ്ഞളിന്. അപ്പം ഇത് സംഭവം ഇതുണ്ടല്ലോ, ഇങ്ങനെ കുഞ്ചലമാതിരി കിടക്കുവാണ് കേട്ടോ. ഈ ഒരു മഞ്ഞളിന്, ഈ ഒരു പൂവ മഞ്ഞളിന് ഇങ്ങനെ ഇങ്ങനെ എന്താ നമ്മുടെ മുടിയിലൊക്കെ നമ്മുടെ ഡാൻസ് കുഞ്ചലം കിട്ടുമല്ലോ. അപ്പോഴാണ് എനിക്ക് പിടികിട്ടത്. അടിച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഇത് പൂവമഞ്ഞൾ തന്നെയാണെന്ന് എനിക്ക് പിടി കിട്ടിയത്. ഇങ്ങനെ കുഞ്ചലം മാതിരി കിടക്കുന്നത് കേട്ടോ. ഇത് കൂവ മഞ്ഞളാണ് കേട്ടോ. നമ്മൾ ഇതുവരെയും ആ വീട്ടുകാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞങ്ങൾക്കെല്ലാം തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം കസ്തൂരി മഞ്ഞളാണെന്നും പറഞ്ഞ് തന്നിട്ടുമുണ്ട്. ഇന്നലെ സുപ്പൂന് തന്നത് ഇത് തന്നെയാണ്. ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പാവത്തങ്ങൾ കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. കൂവ വർഗത്തിൽപ്പെട്ട മഞ്ഞൾ കൂവ. മഞ്ഞൾ പോലെ തന്നെ ഇരിക്കുക. പക്ഷേ ഇത് നമ്മുടെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്നിട്ട്, ഞാൻ ഇന്നാളി പറഞ്ഞില്ലേ എനിക്ക് ഒരുപാട് കസ്തൂരി മഞ്ഞൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, ഇവനെ തന്നെയാണ് ഞാൻ അവിടെ കൊണ്ട് നട്ടേക്കുന്നത്. ഞാൻ മാന്തി നോക്കുമെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇത് കേട്ടോ കസ്തൂരി മഞ്ഞളല്ല, ഇത് കൂവ മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ കുഞ്ചലം ഇതിനകത്തൂന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കും കേട്ടോ. ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി കേട്ടോ. അപ്പോഴത്തെ ഇങ്ങനെയൊക്കെ നാടുകളിലും വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ പറയണം, സുപ്പിനോട് പറയണം. ഇങ്ങനെ അപ്പോഴാണ് എനിക്ക് പിടിയിട്ടത് സംഭവം ഇത് അതല്ല എന്ന് കേട്ടോ. അപ്പോഴേ വ്യാജന്മാർ ഒരുപാടുണ്ട്. നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. നമ്മളെ ചതിക്കും. വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് തേക്കുമ്പോൾ നീറ്റലോ എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് തേച്ച് നോക്കാം. ഒന്ന് എന്തോ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. നോക്കട്ടെ നീറ്റിൽ വല്ലതും ഉണ്ടോയെന്ന്. മുഖത്തിട്ട് നോക്കണം. മാങ്ങ ഇഞ്ചിക്ക് കറക്റ്റ് മാങ്ങയുടെ മണമുണ്ട്. ഇതിനും പക്ഷെ മഞ്ഞളിൻ്റെ മണമൊക്കെ തന്നെയാണ് കേട്ടോ. മഞ്ഞളിൻ്റെ മണമൊക്കെ തന്നെയാണ്. എനിക്ക് പേടി എൻ്റെ മുഖം പന്നലാവുമോന്ന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റുമല്ലോ.
എന്തോ നീറ്റിൽ എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. എനിക്കിപ്പോൾ ഒന്നും അനുഭവപ്പെടുന്നില്ല. നമ്മൾ അരച്ചിടുവാണെങ്കിലായിരിക്കും കേട്ടോ. ഇതിനെപ്പറ്റി ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇതല്ല കസ്തൂരി മഞ്ഞൾ കേട്ടോ. നിങ്ങൾ കസ്തൂരിമാനെ കണ്ടിട്ടുണ്ടോ? സംഭവം അതും എനിക്കൊരു ഇപ്പോൾ ഭയങ്കര ഒരു ടെൻഷനായിട്ട്. കസ്തൂരി മഞ്ഞളിൻ്റെ വയറിൽ പൊക്കിളിലോ എങ്ങാണ്ടാണോ ഈ കസ്തൂരി ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്, അതോ കൊമ്പിലാണോ? ഇപ്പം ആകെ കൺഫ്യൂഷൻ എനിക്ക് കേട്ടോ. അപ്പോഴേ ഈ കസ്തൂരി മാനാണെങ്കിൽ അതിൻ്റെ ഈ കസ്തൂരിയുടെ മണം അറിയാൻ വേണ്ടി ചീറി പാഞ്ഞ് നടക്കുവാണെന്ന് അതിനറിയത്തില്ലെന്ന്. ഇതെവിടാ ഇങ്ങനെ അതിങ്ങനെ അതിൻ്റെ ഈ കസ്തൂരിയുടെ മണം അന്വേഷിച്ച് നടക്കുവാണെന്ന്. പക്ഷെ അതിൻ്റെ ശരീരത്ത് തന്നെയാണ് ഈ കസ്തൂരി ഉള്ളതെന്ന് ആ പാവം മാനിന് അറിയത്തില്ലെന്ന്. അയ്യോ എൻ്റെ ദൈവമേ, എനിക്കറിയത്തില്ല. ഇപ്പം ഈ സുപ്പൂന് ആകെ കൺഫ്യൂഷനാണ്. ഇതിൻ്റെ എവിടെയായിരിക്കും ഈ കസ്തൂരി ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കസ്തൂരി മാനെ? ഞാൻ കണ്ടിട്ടില്ല. ഇനി നമുക്ക് എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുത്ത് നോക്കണം കസ്തൂരിമാനെ കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല സത്യം പറയാം. നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. എവിടെയോ അതിൻ്റെ പൊക്കിളിലാണോ എവിടെയോ കസ്തൂരി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? കൊമ്പിലാണോ പൊക്കിളിലാണോ എനിക്കറിയത്തില്ല കേട്ടോ. അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. സുപ്പ് ഇരുന്ന് എന്തൊക്കെയോ പറയുന്നു എന്ന് വെച്ചാൽ അമ്പലത്തിൽ ഫുഡ് കഴിച്ചപ്പോഴത്തേന് ആകെ കുഴപ്പങ്ങളായി കേട്ടോ. നമുക്കറിയാമായത് നിങ്ങളോടല്ലാതെ ഞാൻ പിന്നെ ആരോട് ചോദിക്കണമെന്ന് പറ. ഈ വ്യാജനെ ഞാൻ നിങ്ങൾക്ക് കണ്ടെത്തി തന്നിട്ടില്ലേ? ഇന്ന് ഈ സുപ്പ് ഇത് അരച്ച് പുരട്ടി മുഖത്തിട്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഒരു കുഴപ്പവും പറ്റത്തില്ലായിരുന്നു. അതാണ് പറയുന്നത്. എന്ത് തന്നെയാണ് നമ്മൾ ടിപ്പുകൾ ചെയ്യുവാണെങ്കിൽ തന്നെയും നമ്മൾ നമ്മുടെ കൈകളിലോ ചെവിയുടെ പുറൽ എവിടെയെങ്കിലും ഒന്ന് തൂത്തട്ടോ ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നമ്മൾ കേട്ടോ ടിപ്പുകളൊക്കെ ചെയ്യാൻ നോക്കണം. എനിക്കിതുവരെ ഒന്നും അക്രിയൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇത് വലിയ കുഴപ്പമുള്ളതൊന്നുമല്ല, പേടിക്കാനുള്ള സംഭവങ്ങളൊന്നുമല്ല. ഇത് സാധാ മഞ്ഞളല്ലേ. പിന്നെ അവനിച്ച് ഒരു മാറ്റമൊക്കെ നമുക്ക് വലിയ സൗന്ദര്യമൊന്നും വരുത്തത്തില്ലായിരിക്കും ഇവൻ അല്ലേ. നമ്മുടെ മുഖത്ത് പുരട്ടിയാലേ അതായിരിക്കും കവി ഉദ്ദേശിച്ചത് അല്ലേ. എന്തായാലും എടാ വ്യാജ, നീ എന്നെ പറ്റിച്ചുകൊണ്ടിരുന്നതില്ലേ? നീ കസ്തൂരി മഞ്ഞളാന്ന് പറഞ്ഞ് നീ എന്നെയാ പറ്റിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ വീട്ടുകാരോട് ചോദിച്ചു ഇതിൻ്റെ ഏത് ഭാഗമാണ് കുഴിച്ചിടേണ്ടത്. അന്നേരം പറഞ്ഞു നീ ഇത് എവിടെ ഇതൊക്കെ നമുക്ക് നടാം. പക്ഷെ ഇതിനകത്ത് വെള്ളമാണ് കേട്ടോ. ഇതിനകത്ത് വെള്ളമാണ്. വെള്ളമല്ല, കുറച്ച് കൂടുതലുണ്ട് ഇതിനകത്ത്. വെള്ളത്തിൻ്റെ ഒരു അംശം ഇതിനകത്ത് ഈ കുഞ്ചലമാതിരി കിടക്കുന്നില്ലേ അതിനകത്ത് ജലാംശം കൂടുതലാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉണക്ക സമയം അല്ല തെറിക്കുന്നുണ്ട് കേട്ടോ. കണ്ട വെള്ളം തെറിക്കുന്ന ഉണക്ക സമയം ആയതുകൊണ്ട് നമ്മളിനി വെള്ളം ഉണ്ടെന്നൊക്കെ നമ്മൾ ചെതഞ്ഞു ഉണ്ട് സത്യം കേട്ടോ. പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. വെള്ളത്തിൻ്റെ അംശം നന്നായിട്ടുണ്ട്. ഒരു മഞ്ഞ കളറും ഉണ്ട് അതിനകത്ത് തന്നെ കേട്ടോ. ഉണ്ട് സത്യം. നമ്മൾ ലൈവ് സഹിതം എല്ലാം കാണിച്ചു തരുവാണ് ഇന്ന് കേട്ടോ. ഇനി ആർക്കും അക്കടി പറ്റരുത്. ഇനി എങ്ങാണം കസ്തൂരി മഞ്ഞൾ അറിയത്തില്ലെന്നും പറഞ്ഞ് എൻ്റെ അടുത്തെങ്ങാണം വന്നത് ഇത് വ്യാജനാണ് കേട്ടോ. ഈ വ്യാജൻ നമ്മളെ പറ്റിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സംഭവം നമ്മുടെ മഞ്ഞളിൻ്റെ കൂട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോഴും മാങ്ങ ഇഞ്ചി എനിക്കത് അത്ര ഇഷ്ടമല്ല. ചില നാടുകളിൽ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടം മാങ്ങ ഇഞ്ചി അച്ചാറിടാം, ഇഞ്ചി കറി വയ്ക്കാം. ആ മാങ്ങയുടെ ഒരു മണം ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് സംഭവം. ചേച്ചിയുടെ വീട്ടിലുണ്ട്. ഇവിടെ ഞാൻ കൊണ്ട് നട്ടിരുന്നു. നമ്മുടെ തെങ്ങിൻ്റെ മൂട്ടി കിടപ്പുമെന്ന് തോന്നുന്നു. അത് ഞാൻ പറിച്ചില്ല കേട്ടോ. ഇവനെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇന്ന്. അപ്പോഴേ ഇത് കസ്തൂരി മഞ്ഞളാന്ന് ആരും ധരിച്ച് മുഖത്തൊന്നും ഇടാൻ നിൽക്കണ്ട. സുപ്പ് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും കാണിച്ചു. കിങ്ങിണിയെല്ലാം ഇതാ കിടക്കുന്നത് കണ്ടോ. അവൻ്റെ കിങ്ങിണിയൊക്കെ ദേ കിടക്കുന്നു കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇതല്ല സംഭവം. നമ്മുടെ കസ്തൂരി മഞ്ഞൾ ആരും ഈ വ്യാജന്മാരെ ഒന്നും ഉപയോഗിക്കൊന്നും ചെയ്യണ്ട കേട്ടോ. ഉള്ള മുഖം കൂടെ പന്നലായി പോവും. ഞാനിങ്ങനെ ഇന്നലെ ഇവനോട് എനിക്ക് കയറുവാണ്. എനിക്ക് ദേഷ്യം വരുവാണ്. നീയാണോ ഇത്രയും നാൾ എന്നെ പറ്റിച്ചുകൊണ്ടിരുന്നത്? പിന്നെ സാധാ മഞ്ഞൾ നമുക്ക് എപ്പോൾ വേണേലും എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം കേട്ടോ. പച്ച മഞ്ഞൾ തുളസി, പച്ചമഞ്ഞൾ ഇതൊക്കെ എല്ലാ വീടുകളിലും നട്ടു വളർത്തണമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തെങ്കിലും ജീവികളോ ഒക്കെ കടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇച്ചിരി തുളസിയോ അല്ലെങ്കിൽ ഈ പച്ചമഞ്ഞളോ ഒക്കെ നമുക്ക് പുരട്ടി എല്ലാം മാറ്റാം. പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം പക്ഷേ നമ്മൾ ഇതൊന്നും എറിക്കത്തില്ല കേട്ടോ. ഇപ്പം എന്തോ ഉപ്പൂക്കി കുടിച്ചത് കുത്തിയാലും കടിച്ചാലും
അപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വല്ലതും ഉണ്ടെങ്കിൽ അപ്പോഴേ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ പോയി അതിനുള്ള ചികിത്സകൾ നേടണം കേട്ടോ. നമ്മൾ പണ്ടത്തെ മാതിരി ഓരോ പൊട്ടും പൊഴുത്തും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ ഏതാ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ പണ്ട് ഒരുപാട് നാട്ടുവൈദ്യങ്ങളും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്, നമുക്ക് ചെയ്തും തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാലം മാറിയപ്പോഴത്തേന് കോലവും മാറി, സത്യം പറയാമല്ലോ. പക്ഷേ ഈ മഞ്ഞൾ കൂട്ടൻ അവനെ തേച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ ഇച്ചിരി മഞ്ഞളായി കേട്ടോ. കുഴപ്പമില്ലെന്നാ തോന്നുന്നേ. വ്യാജനാണെന്ന് പറഞ്ഞാലും അവനെ മഞ്ഞ കളറായിട്ടൊക്കെ വന്നു. അതിന് ആരും ചതിക്കപ്പെടരുത് കേട്ടോ. വ്യാജന്മാർ ഒരുപാട് മനുഷ്യരൂപത്തിലാണെങ്കിലും ഈ കിഴങ്ങ് രൂപത്തിലാണെങ്കിലും വ്യാജന്മാർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ. അറിയാൻ വയ്യാത്തത് ആരോടെങ്കിലും ചോദിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് മാമനോടോ ഒക്കെ ചോദിച്ചാൽ നമുക്ക് അപ്പോഴതിന് ആൻസർ കിട്ടിയിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഇന്നലെ സുപ്പു ഇത് കണ്ടുപിടിച്ചത്. സത്യം പറയാം, കസ്തൂരി മഞ്ഞളെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ഇതേവരെ ഇതാണെന്ന് ഇത് തന്നെയാണ്. ഇതിൻ്റെ ഇലയ്ക്ക് ഇലയുണ്ടല്ലോ, മഞ്ഞളിൻ്റെ ഇല പോലെ തന്നെയാണ്. ആ നടുക്കൂടൊരു ചെറിയൊരു വേറൊരു കളറുണ്ട് കേട്ടോ. അപ്പോഴതാ ഇവനാണെന്ന് വിചാരിച്ചിരുന്നു. എൻ്റെ പൊന്നേ, ഇനി നമുക്ക് ഇവിടെ എങ്ങും ഇല്ല സംഭവം. എങ്ങും ഇല്ലെങ്കിൽ നമുക്കിനി അങ്ങാടിക്കടയിലെങ്ങനെ ചെന്ന് ചോദിച്ച് ചിലപ്പോൾ ഇതേപോലൊക്കെയുള്ളത് കിട്ടും കേട്ടോ. പച്ചമഞ്ഞളും അങ്ങാടിക്കടകളിലൊക്കെ കിട്ടുമായിരിക്കുമല്ലോ. ഒന്ന് നോക്കട്ടെ, നമുക്കൊന്ന് തപ്പി നോക്കാം. എന്നിട്ട് എന്തായാലും നമുക്ക് ടിപ്പുകളൊക്കെ ചെയ്യാൻ കസ്തൂരി മഞ്ഞളൊക്കെ വേണം. അപ്പോഴേ സുപ്പു എവിടുന്നേലും സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെയും കാണിച്ചു തരാം. കാണാത്ത കൂട്ടുകാർക്ക് സുപ്പു കാണിച്ചും തരാം. നമുക്കിവിടെ ഒരു മൂട എങ്ങനെയും സംഘടിപ്പിച്ച് കൊണ്ട് നടിയ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വ്യാജനെ ഒന്ന് പരിചയപ്പെടുത്താൻ മാത്രം ഇന്ന് സുപ്പു വന്നതാണ്. കള്ള നിനക്ക് ഞാൻ തരുന്നുണ്ടടാ. പറ്റിച്ചിട്ട് നീ കുത്തിയിരിക്കുന്നോ? കുഴപ്പമില്ല കേട്ടോ, അത്ര അപകടകാരിയൊന്നും അല്ല. നമ്മളിതുവരെയും ഇവനാണെന്നും പറഞ്ഞ് ധരിച്ചിരുന്നു. ആ ധരിച്ചതൊക്കെ നമുക്കങ്ങ് ഈ മൈക്ക് റബ്ബറും കൊണ്ട് നമ്മൾ മായ്ച്ച് കളയുകയാണ് കേട്ടോ. ഞാൻ എല്ലാം മായ്ച്ച് കളഞ്ഞു. നീയല്ല അവനെല്ലാം നീയെ കേട്ടോ. അപ്പോഴേ ഈ ഒരു നമ്മുടെ പൂവ മഞ്ഞൾ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മുടെ മഞ്ഞളിൻ്റെ അത്രയും കളർ ഇതിലും മഞ്ഞ കളറാണ് നമ്മുടെ മഞ്ഞളിന്. നമ്മുടെ സാധാ മഞ്ഞളിൻ്റെ അല്ലേ, ഇതിനും മഞ്ഞ കളറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പം നടുന്നില്ല ഞാൻ, എന്തിനാ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ നടന്നത്? കൊണ്ട് പലാവിൻ്റെ മൂട്ടിൽ ഇരുപം തന്നെ ഒരെണ്ണം കിടപ്പുണ്ട്. ഞാൻ കിളച്ചില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴേ പറയണേ ആരുടെയെങ്കിലും വീട്ടിൽ ഇത് ഉണ്ടെങ്കിൽ പറയണം. പിന്നെ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിലും സുപ്പുവിന് ഒരു തണ്ട്, ഒരു മഞ്ഞൾ കഷ്ണം തരണം പ്ലീസ്. നടാനാണ്. നമുക്ക് ഈ ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്ത് നോക്കണ്ടേ, അതിനാണ് കേട്ടോ. എന്ത് വില കൊടുത്തും നമ്മളത് വാങ്ങിച്ചിരിക്കും. വലിയ വിലയൊന്നും കാണത്തില്ല. പൊടിയുണ്ട്, ഓൺലൈനിൽ പൊടിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെയും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ സാധാ പച്ചമഞ്ഞളും കൊണ്ടാണ് ഞാൻ ഇവിടെ എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവനെ പരിചയപ്പെടുത്തിയൊക്കെ തന്നല്ല, അന്നേരം ഇനി നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇതേപോലെയുള്ള ഇഞ്ചിയുണ്ട്, കോലിഞ്ചിയുണ്ട് കേട്ടോ. ഇഞ്ചി തന്നെ ആണേലും കോലിഞ്ചി എന്ന് പറയുന്ന ഇഞ്ചിയുണ്ട് അല്ലേ, അതുകൊണ്ട് മഞ്ഞളിനകത്തും പലതരം മഞ്ഞൾ, മാങ്ങ മഞ്ഞൾ, മാങ്ങ ഇഞ്ചി, മഞ്ഞൾ, ഇതൊക്കെ തന്നെ. ഇത് കൂവവർഗത്തിലുള്ളതാണെന്ന് തോന്നുന്നു. പൂവേ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന പൂ. പക്ഷെ ഇതും കണ്ടാൽ നമ്മുടെ മഞ്ഞളിൻ്റെ കൂട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സാധാ വീട്ടിൽ നടുന്ന മഞ്ഞളിൻ്റെ കൂട്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ ഇതിന് ആ കുഞ്ചലം ഉണ്ട് കേട്ടോ, അതാണ് പ്രത്യേകത. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് കസ്തൂരി മഞ്ഞളല്ല. വീണ്ടും ഞാൻ പറയുകയാണ്. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞ് വ്യാജനെയൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണം കേട്ടോ. ഇന്നലെ ഞാൻ എടുത്തു വെച്ചിരുന്നതാണ്. ഇവൻ്റെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. എൻ്റെ കൂട്ടുകാർക്ക് ആർക്കും അക്കിടി പറ്റാതിരിക്കാൻ വേണ്ടി ഈ സൂപ്പൂന് അക്കിടിയൊന്നും പറ്റിയില്ല. പറ്റാതിരിക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോഴേ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.